കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസ് പരിശോധനയ്ക്കിടെ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയ യുവാവ് മരിച്ചു. മൈക്കാവ് സ്വദേശി ഷാനിദാണ് മരിച്ചത്. പ്രദേശത്ത് നേരത്തെ മുതൽ മയക്കുമരുന്ന് ശല്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് പോലീസ് നൈറ്റ് പട്രോളിംഗ് നടത്തിയിരുന്നു. ഷാനിദ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി സംശയം തോന്നിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. നേരത്തെ ഇതിന്റെ മുന്നേ ചെറിയൊരു കേസ് പെട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ നാട്ടിലും അവനെ കൊണ്ട് ശല്യമൊന്നുമില്ല. ഇവിടുത്തേരനല്ല, അവൻ്റെ ഉപ്പൻ്റെ ഉമ്മൻ്റെ വീടാണിത്. അവൻ താമസിക്കുന്നത് കരിമ്പാലംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളെ മഹലിൽ ഈ മഹലിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ മഹലിൻ്റെ അധികാരത്തിൽപ്പെട്ട ആളുമല്ല. ഉമ്മയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല. നാട്ടുകാരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വീട്ടിലിപ്പോൾ എപ്പോഴെങ്കിലാണ് സ്ഥിരമായിട്ട് ഇവിടെ വരുന്നൊന്നുമില്ല. മാസത്തിലോ 5 ദിവസം കൂടുമ്പോൾ ഒന്ന് വന്നു പോകുന്ന ആളാണ്. അതിപ്പോൾ ഉമ്മയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു നാട്ടുകാർക്കും ഒരു വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു മോനല്ല. പിന്നെ ഒരു പുരയിലാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ചോദിച്ചാലും ഒന്നും അങ്ങനത്തെ ഒരു എടുത്ത് ഞാൻ പറയാണ്ടതൊരു മോനാണ്. പിന്നെ ഇങ്ങനത്തെ കൂട്ടുകെട്ടിലെങ്ങാനും പോയിട്ടുണ്ടോ എന്നുള്ള സംശയം വലിയമ്മക്കുണ്ട്. അപ്പോൾ നേരം വൈകി വരുന്നതിനെ കൊണ്ടുള്ള അങ്ങനത്തതാണ്. അതുകൊണ്ട് അത് പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിങ്ങാണ്ട് ഓളോട് ദേഷ്യപ്പെടും. ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ അങ്ങനത്തേന് പോയതല്ല, വെറുതെ പറയുകയാണ്, അങ്ങനെയൊക്കെ പറയുന്നത്. ഷാനിദിന്റെ വസതിയിൽ നിന്ന് രാഹുൽ സുരേഷ് തത്സമയമുണ്ട്. രാഹുൽ, ഇദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചതായി അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ നാടുമായി അധികം ബന്ധമില്ലാത്ത ആൾ കൂടിയാണ്. പക്ഷെ നേരത്തെ ഇത്തരം പരാതികളും നടപടികളും ഒക്കെ ഷാനിദിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരവും. ആർക്കൊപ്പമാണ് ഷാനിദ് താമസിച്ചിരുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മൃതദേഹം എപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കും? അനുജ, ഷാനിദിൻ്റെ സ്വന്തം വീട് മൈക്കാവ് എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഉള്ള ഈ വീട്ടിൽ, അതായത് ഈ വീട്ടിൽ ഷാനിദിൻ്റെ പിതാവിൻ്റെ മാതാവിനൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അമ്പായത്തോട് ആണ് ഈ വീടുള്ളത്. ഇവിടെ ഏറെക്കാലമായി ഷാനിദ് പിതാവിൻ്റെ മാതാവിനൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞ പോലെ തന്നെ ഷാനിദിനെ കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല. പലപ്പോഴും ഈ ഉമ്മയ്ക്ക്, അതായത് ഷാനിദിൻ്റെ പിതാവിൻ്റെ മാതാവിന് സംശയം തോന്നിയിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ നിരസിക്കുകയാണ് പലപ്പോഴും ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്ത് മയക്കുമരുന്നിൻ്റെ ഒരു ശല്യമുണ്ട്. അത് പോലീസിനെ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു സാഹചര്യം? ഇവിടെ നാട്ടുകാരൊക്കെ പലപ്പോഴും പറയുന്നത് തൊട്ടപ്പുറത്തൊക്കെ യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. കേരളത്തിൽ ഉടനീളമുണ്ടായ സാഹചര്യം പോലെ ഈ നാട്ടിലും സിന്തറ്റിക് ലഹരിയുടെയും MDMAയുടെയും വ്യാപനം അതിരൂക്ഷമാണ്. MDMAയോ സിന്തറ്റിക് ലഹരിയോ ആവശ്യമുള്ള ഒരാൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഈ ലഹരി വസ്തു കിട്ടാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെയൊക്കെ നാട്ടുകളിലുണ്ട്. ഷാനിദ് MDMAയുടെയും സിന്തറ്റിക് ലഹരിയുടെയും ഇരയാണെന്നാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരെന്ന നിലയിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ സിന്തറ്റിക് ലഹരിക്കെതിരായിട്ടുള്ള കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കുകയും ഇവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ മോചിപ്പിച്ചെടുത്തൊരു സ്ഥലം കൂടിയാണിത്. പക്ഷേ ക്രിയാത്മകമായ നടപടി, കുറച്ചുകൂടി കാര്യക്ഷമമായ നടപടി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെടാനും മരിക്കാനും സാധ്യതയുണ്ട്. അമ്മയെ മകൻ വെട്ടിക്കൊന്ന സ്ഥലം ഇവിടുന്ന് മിനിറ്റുകൾ മാത്രമേ പോകാനുള്ളൂ, പുതുപ്പാടി. അതുപോലെ കഴിഞ്ഞ ആഴ്ച ചമലിൽ ഇലക്ട്രിക്കലിൽ ഉണ്ടായ സംഭവം, അനിയൻ ഏട്ടനെ അതെ, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയ താമരശ്ശേരി മാറുകയാണ്. 11/18 ഷാനുവിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. അല്പസമയത്തിനുള്ളിൽ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഷാനുവിന്റെ വസതിയിൽ നിന്ന് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.